മഴയത്ത് വൈപ്പർ ഇട്ട് പോകുമ്പോഴത്തേക്കും ഗ്ലാസ്സിൽ ചെറിയ ചെറിയ ലൈൻസ് വൈപ്പർ ഇടുന്ന സമയത്ത് തന്നെ വരും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വൈപ്പർ ബ്ലേഡ് നമ്മൾ മാറാൻ സമയമായി. അപ്പം വൈപ്പർ ബ്ലേഡ് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഈ വൈപ്പറിൻ്റെ അടിയിലത്തെ റബ്ബറിൻ്റെ തിക്നെസ് നോക്കണം. സോഫ്റ്റായിട്ടും വരും, ഹാർഡായിട്ടും വരും. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈപ്പർ ബ്ലേഡ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഒരു 6 മാസത്തിന് പുറത്തായി. 1 വർഷമാണ് വൈപ്പർ ബ്ലേഡിൻ്റെ കാലാവധി വൈപ്പർ ബ്ലേഡ് കമ്പനീസ് പറയുന്നത്. മൺസൂൺ ടു മൺസൂണാണ് കണക്ക്. ഇനി നിങ്ങൾക്ക് ആ ലൈൻസ് അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇനി അഥവാ ക്ലീൻ ആയില്ല എന്നുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡ് മാറുന്നത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ റെയിൻ റിപ്പലൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡ് കൂടി ഞാൻ ഈ കാണിക്കുന്നത് പോലെ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒന്ന്, വൈപ്പർ ബ്ലേഡിൻ്റെ അവസ്ഥ എന്തെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓയിൽ അംശങ്ങളും കാർബൺ ഡെപ്പോസിറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വൈപ്പറിൽ കാണും. ഡസ്റ്റും പൊടിയും കാര്യങ്ങളൊക്കെ, ഡസ്റ്റും പൊടി ഒന്നാണ്,